വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2026, അതായത് ഫസ്റ്റ് ഇയറിൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫസ്റ്റ് ഇയറിൻ്റെ. കാരണം നിങ്ങൾക്ക് ഇനി ഉടനെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ ടൈമിൽ തന്നെ നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് റെഫർ ചെയ്തിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വർഷവും കൂടെ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു 8-9 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ കാണും. സോ ഈ റിപ്പീറ്റഡ് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. നമുക്ക് നോക്കിയാൽ തന്നെ കുറച്ച് ചേഞ്ചസ് വരുന്നതല്ലാണ്ട് റിപ്പറ്റീഷൻ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വർഷങ്ങളായിട്ട് തന്നെ വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോ നമുക്കിന്ന് 2026 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് ആദ്യത്തെ പാർട്ടിൽ കാണുന്നത് എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്കറിയാം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ഒരു പാസേജ് തരും. സോ ഇത് കണ്ടുപിടിക്കണം ഏത് ചാപ്റ്ററിലെ ആരാണ് ഈ ഡയലോഗ്സ് പറയുന്നത് എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ. ആരാണ് ഓഥർ എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് പൊതുവേ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ല ക്ലിയർ ആയിട്ട് വായിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ 8 ക്വസ്റ്റ്യൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് ഓരോ മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻ ആണ് പൊതുവെ ചോദിക്കാറുള്ളത്. സോ നിങ്ങൾക്കൊരു പാസേജ് തരും, അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആയിരിക്കും. അത് വായിച്ചിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ 4 എണ്ണം വരുന്നത്. ഓക്കെ, ശേഷം 5 to 8 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾ പഠിച്ച ഒരു പോം ആയിരിക്കും. ഓക്കെ, പോയറ്റിൽ നിന്ന് കുറച്ച് ലൈൻസ് തരും. എന്നിട്ട് ഏതാണ് ആ പോയം, ആരാണ് ആ പോയറ്റ്, അതിൻ്റെ പോയറ്റിക് ഡിവൈസസ് തന്നിട്ട് അല്ലേ, ഒരു ലൈനിലെ പോയറ്റിക് ഡിവൈസ് ഏതാന്ന് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവിടെ ചോദിക്കുന്നത്. പിന്നെ 9 to 12 നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഗ്രാമർ പോർഷനാണ് കൂടുതലായിട്ടും വരുന്നത് അല്ലേ. നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളതാണ് എയ്തർ, നെയ്തർ, നോർ അങ്ങനെയൊക്കെയുള്ള ഇത് വരുമ്പോഴത്തേക്ക് ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ആ ഒരു ചാപ്റ്ററിൽ തന്നെ ഉള്ളത്, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള എക്സസൈസസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലേ, ഗ്രാമർ പാർട്ടിൽ നിന്ന് റിപ്പോർട്ടഡ് സ്പീച്ച് വരാം. പിന്നെ ഇഫ് കൂട്ടിയിട്ടുള്ളത്, ഇഫ് ക്ലോസിൻ്റെതൊക്കെ അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. അതൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അഡ്വൈസ് അല്ലേ. ഉപദേശം കൊടുക്കുക, അഡ്വൈസ് കൊടുക്കുക. 2 പീസസ് ഓഫ് അഡ്വൈസ്, 2 ഉപദേശങ്ങൾ നിങ്ങൾ എങ്ങനെ കൊടുക്കും, അത് പല രീതിയിൽ ചോദിക്കാം. നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും അല്ലാതെയും ഒക്കെ നിങ്ങൾക്ക് 2 അഡ്വൈസ് കൊടുക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അത് +1 നമ്മൾ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ക്വസ്റ്റ്യൻ ആണ് എഡിറ്റിങ് അല്ലേ. എഡിറ്റിംഗ് കണ്ടുപിടിക്കുക. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4 മിസ്റ്റേക്സ് ആയിരിക്കും ആ ഒരു ഇതിലുണ്ടായിരിക്കും. എഡിറ്റിംഗ് അല്ല, ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രസസ് ആണ്. പ്രസസ് എഴുതാനായിട്ട്, പ്രസസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. നിങ്ങൾക്ക് വലിയൊരു അല്ലെങ്കിൽ ഒരു കുറച്ച് സെൻറ്റൻസ് ഉള്ളൊരു പാസേജ് തരും. അത് നിങ്ങൾ വായിച്ചിട്ട് അത് ഷോർട്ടായിട്ട് എഴുതുക. ഒപ്പം തന്നെ പ്രസസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോമാറ്റ് എന്ന് പറയുന്നത് അതിനൊരു ഹെഡിങ് ഉണ്ടായിരിക്കണം. എന്താണോ ആ ഒരു പാസേജ് അത് ബേസ് ചെയ്തൊരു ഹെഡിങ്ങും കൂടി നിങ്ങൾ കൊടുക്കുക. ഓക്കെ, 4 മാർക്കിനും 6 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. ഇത് വളരെ ഈസിയാണ്, സ്കോർ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രസസ്. 14th ക്വസ്റ്റ്യൻ ആലിസ് മാർഗരറ്റ് ക്ലിഫർഡിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. ഇത് കഴിഞ്ഞ വർഷം കുറേ കുട്ടികൾ എഴുതാൻ വിട്ടുപോയിട്ടുള്ള ആരാണ് ഇത്
മാഗിയാണ് അല്ലേ. മാഗി എന്നൊരു ക്യാരക്ടർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ ഒരു ക്യാരക്ടറാണ് ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്. അതായത് നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്ക് ആ ചാപ്റ്ററിലെ ക്യാരക്ടറിന് ഫുൾ നെയിം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡയറക്റ്റ് ആ ഒരു മാഗി എന്നായിരിക്കും നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. അങ്ങനെ തന്നെ ചോദിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. അതിൻ്റെ ഫുൾ നെയിം ചോദിച്ചിട്ട് കുറേ കുട്ടികൾ അത് മാഗി ആണെന്ന് എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രമാണ് അത് മനസ്സിലായിട്ടുള്ളത്. സോ അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നോക്കുക. എല്ലാ +1 ക്വസ്റ്റ്യൻ പേപ്പറിലുമുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ 4 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിന് ചോദിക്കുന്നതാണ്. എന്താണ്? പ്രൊഫൈൽ റൈറ്റിംഗ് അല്ലേ. വളരെ സിമ്പിളായിട്ട് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. ഇത് ബാനു മുസ്താഖിൻ്റെ ആയിരുന്നു. ഇതൊരു ലേഡിയാണ്. ഹെർ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടുതൽ പേരും ബാനു മുസ്താഖ് മെയിലാണെന്ന് വിചാരിച്ചു ഹീ ആണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ അതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അത് ഏതാണെങ്കിലും നിങ്ങൾക്ക് മാർക്ക് തരും. അങ്ങനെ ഒരു അങ്ങനെയാണ് ബോർഡ് തീരുമാനിച്ചിരുന്നത്. ഹീ ആണെങ്കിലും ഷീ ആണെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കൊടുക്കണം എന്നൊരു രീതിയിലാണ് വന്നിരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സെറാങ് ഓഫ് റാണ ഗാഞ്ചിയിലാണ്. ഒരു റൈറ്റപ്പ് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ ഒരു ജോബ് സ്മിത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് ബിഹേവിയറിനെ പറ്റിയിട്ടൊരു റൈറ്റപ്പ് എഴുതാനാണ്. ഹെഡിങ് കൊടുക്കുക, എഴുതുക, സിമ്പിൾ. പിന്നെ എഡിറ്റിംഗ് 4 മാർക്കിൻ്റെയാണ്. 4 മിസ്റ്റേക്സ് ഇതിനകത്ത് ഉണ്ട്. 18 ക്വസ്റ്റ്യൻ നമുവാന വില്ലേജ് അല്ലേ, FEG ടേർട്ടിൽ കോളിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതേപോലത്തെ ഉള്ള ഇത് സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മോഡൽ എക്സാമിനും റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ഇതേപോലുള്ളൊരു ആചാരത്തിനെ പറ്റിയിട്ട് എഴുതുക. സിമിലർ ആയിട്ട് ടേർട്ടിൽ കോളിങ് അല്ല ഇവിടെ എഴുതേണ്ട, നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ളതില്ലേ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ആണ് എഴുതേണ്ടത്. ഓക്കെ, പിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച ലൈൻസ് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ലൈൻസ് തരും. അത് നിങ്ങൾ എന്താണെന്നുള്ളത് മീനിങ് ഇലാബറേറ്റ് ചെയ്ത് എഴുതുക. ഇനി അടുത്തത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിലേതെങ്കിലും 5 എണ്ണമാണ് നിങ്ങൾ എഴുതേണ്ടത്. സോ 5 ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുക. ലെറ്റർ ടു ദി എഡിറ്റർ, ഷോർട്ട് എസ്സേ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിയുടെ ചാപ്റ്ററിൽ നിന്ന് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് അല്ലേ. ഗുപ്തയുടെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ലെറ്റർ ടു ദി എഡിറ്റർ ആണ് ചോദിച്ചേക്കുന്നത്. ലെറ്ററിൻ്റെ ഫോർമാറ്റൊക്കെ കറക്റ്റായിട്ട് എഴുതുക. പിന്നെ ഇമെയിൽ ലെറ്റർ ഒക്കെ എല്ലാ എക്സാംസിനും വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്തത് നിങ്ങളുടെ മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇതെന്താണ്? സെമിനാർ റിപ്പോർട്ട്. വളരെ സിമ്പിളാണ്. 6 മാർക്കിൻ്റെ. കുറേ കുട്ടികൾക്കൊന്നും അറിയില്ല സെമിനാർ റിപ്പോർട്ട് എന്താണെന്ന്. പക്ഷെ വളരെ സിമ്പിളാണ്. തന്നിരിക്കുന്നത് എന്താണ്? ഇലാബറേറ്റ് എഴുതുക അല്ലേ. സെമിനാർ വാസ് കണ്ടക്റ്റഡ് ബേസ്ഡ് ഓൺ ദി ടോപ്പിക് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ സെക്യൂരിറ്റി ഓൺ February 14, 2025 അറ്റ് RKZ സ്കൂൾ കോട്ടയം. സോ അത് കഴിഞ്ഞിട്ട് ഓരോന്നും നിങ്ങൾ ഇലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. വളരെ സിമ്പിളാണ്. ദ പ്രേയർ വാസ് ബൈ സ്കൂൾ കൊയർ, വെൽക്കം സ്പീച്ച് വാസ് ബൈ ഉഷ കുമാരി, the school principal, the presidential address was by John Peter, the PT president. അങ്ങനെ ഓരോന്ന് ഇലാബറേറ്റ് ആയിട്ട് ചുമ്മാ എഴുതിയാൽ നിങ്ങൾക്ക് അപ്പം തന്നെ നല്ല മാർക്ക് അവിടെ കിട്ടും. പിന്നെ TV റിപ്പോർട്ട് അല്ലേ. TV റിപ്പോർട്ട് എല്ലാത്തിലും ഉള്ളതാണ്. ഇവിടെ ഹോർലയുടെ TV റിപ്പോർട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. TV റിപ്പോർട്ട്, ലൈവ് TV റിപ്പോർട്ട് ഏതിൻ്റെ വേണമെങ്കിലും ചോദിക്കാം. മോസ്റ്റ്ലി ചോദിച്ച് കാണുന്നത് ഹോർലയുടെ ചോദിച്ച് കാണാറുണ്ട്. ടേർട്ടിൽ കോളിങ് കാണാറുണ്ട്. അതൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. പിന്നെ ഗൂസ്ബെറീസ് ഒക്കെ ഇമാജിനറി കോൺവെർസേഷൻ എഴുതാനാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ആരുമായിട്ടാണ്? നിങ്ങളും ഇവാനിച്ചും ആയിട്ടുള്ള ഒരു ഇമാജിനറി കോൺവെർസേഷനാണ് അവിടെ ചോദിച്ചത്. പിന്നെ നമ്മുടെ ലാസ്റ്റ് പാർട്ട് എസ്സേ പാർട്ടിലേക്ക് വരുമ്പോൾ 8 മാർക്കിന് 2 ക്വസ്റ്റ്യനാണ് എഴുതേണ്ടത് അല്ലേ. ഒന്നാമത്തത് എന്താണ്? സ്പീച്ചാണ്. സ്പീച്ച് എഴുതുക. സ്പീച്ചിൻ്റെ ഫോർമാറ്റൊക്കെ അറിയാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ചോദിച്ചത് ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററും റെസ്യൂമെയും. അതും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളതാണ്. +2 കൂടുതൽ പഠിക്കാനുണ്ടായിരുന്നതെങ്കിലും +1 ഉള്ള ടോപ്പിക്ക് തന്നെയാണ് റെസ്യൂമെ ആൻഡ് ലെറ്റർ. ലാസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നത് തന്നെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ, അൺസീൻ പോയമിൻ്റെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, സോ ഇതോടൊപ്പം തന്നെ ഞാൻ ഒരു ആൻസർ കീയും കൂടി
ആഡ് ചെയ്യുന്നുണ്ട്, ആൻസർ കീയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഏതാണെന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓരോ ക്വസ്റ്റ്യനും പറഞ്ഞു പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ വേണമെങ്കിൽ എഴുതിയെടുക്കാവുന്നതാണ്. ഓക്കെ, ഓരോന്നിൻ്റെയും എങ്ങനെയാണ് നിങ്ങൾക്ക് മാർക്ക് ഡിവിഷൻ എന്നും ഞാനിവിടെ ഒരു ആൻസർ കീയിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ പോയിന്റ്സ് എഴുതിയാലാണ് കൂടുതൽ മാർക്ക് കിട്ടുന്നത്, ഏതൊക്കെ ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് ഓരോ ക്വസ്റ്റ്യനും ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്ന് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇമെയിൽ ആണെങ്കിൽ ഇമെയിലിൻ്റെ ഫോർമാറ്റിന് ഒരു മാർക്കുണ്ട്. ഇവിടെ ലെറ്റർ ആണെങ്കിൽ ലെറ്ററിൻ്റെ ഫോർമാറ്റിന് ഒരു മാർക്കുണ്ട്. നിങ്ങൾ ഐഡിയ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ ആ ഒരു ലോജിക്കലായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്, ആ ഒരു ലാംഗ്വേജിന് 2 മാർക്കുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് വരുന്നത്. എല്ലാത്തിനും ഫോർമാറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ 1 മാർക്ക് ഉണ്ട്. പ്രത്യേകം നോക്കുക. സോ ഇത്രയാണ് നിങ്ങളുടെ ആൻസർ കീ വരുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി മുമ്പത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അപ്പം നന്നായിട്ട് ഓരോ ചാപ്റ്ററും പഠിക്കുക. 19 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. സോ എല്ലാം കൂടി ഒറ്റയടിക്ക് പഠിക്കുക എന്നുള്ളത് ഡിഫിക്കൾട്ട് ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആദ്യമേ കവർ ചെയ്ത് പോവുക. പോയംസ് ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യരുത്. ഉറപ്പായിട്ടും എല്ലാ പോയത്തിൽ നിന്നും ചോദിച്ചില്ലെങ്കിലും പോയത്തിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിരിക്കും. So prepare well for your coming examination and all the best for